ഹലോ. ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഏകദേശം ഒരു 5-5:30 മണിയായപ്പോഴത്തേനും മക്കളെയും റെഡിയാക്കി നമ്മളെല്ലാവരും പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഷാർജ മോസ്കിൽ ഇഫ്താർ മീറ്റിന് പോവുകയാണ്. അപ്പോൾ ഒരു 5 മണി, ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ടൈം, അതായത് നമ്മുടെ ബാങ്ക് കൊടുക്കുന്നത് ഏകദേശം ഒരു 6:30 ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഷാർജ മോസ്കിലേക്ക് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, കുറച്ച് നേരത്തെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു 1 hour മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്തി. നമ്മൾ ഷാർജ മോസ്ക് എത്തി. അപ്പോൾ അങ്ങ് ദൂരേന്ന് ഞാൻ പള്ളിയുടെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ കഴിഞ്ഞ വർഷമൊന്നും പോയിട്ടില്ല, ഇഫ്താറിന് ഞാനങ്ങ് അധികം പോയിട്ടില്ല. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷമായിട്ട് ഞാൻ മോസ്ക് ഇഫ്താർ വിസിറ്റിന് പോവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്രൈഡേ ഈവനിങ്, അതായത് ഇന്നലെ. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമ്മൾ ഷാർജ മോസ്കിലായിരുന്നു നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ്താർ നമ്മൾ ഷാർജ മോസ്കിലും അതുപോലെ തന്നെ സുഹൂർ പുറത്ത് റെസ്റ്റോറൻറ്റിലുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇഫ്താറും അതുപോലെ തന്നെ സുഹൂറും, അങ്ങനെയുള്ള ഒരു ഇഫ്താർ ടു സുഹൂർ വ്ളോഗാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 5-5:45 6 അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മക്കളുമായിട്ട് പോവുകയാണ്. അപ്പം ലേഡീസിനും അതുപോലെ തന്നെ ജെൻസിനും ഡിഫറൻറ്റ് പല സ്ഥലത്താണ്. പിന്നെ നമ്മൾ ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. കുറച്ച് നേരം വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യൂവിൽ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഇഫ്താർ സ്പോട്ടിലേക്ക് കയറി. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിരുന്നു. അതായത് ഇഫ്താർ കിറ്റ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ തിരക്ക് പിടിച്ച് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തിയ ആളുകളെ എല്ലാം വളരെ മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് ഇരുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പ്രായമുള്ളവർക്കും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയ ലേഡീസിനൊക്കെ അവർ സ്പെഷ്യലായിട്ട് കെയർ കൊടുത്ത് ചെയറിലും ഒക്കെ ഇരുത്തി ഒരു സ്പെഷ്യൽ കെയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് വേറെ സെപ്പറേറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇരുന്നു. നമ്മൾ ഓരോരോ ലൈനിലായിട്ട് ഇരുന്നു. അപ്പോൾ മക്കളും ഞാനും നമ്മളെല്ലാവരും കൂടി നമ്മുടെ കിറ്റൊക്കെ വാങ്ങിച്ച് നോമ്പ് ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഇഫ്താർ കിറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ഇന്ന് എന്തൊക്കെ ഐറ്റംസ് കൊണ്ടാണ് നോമ്പ് തുറന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇഫ്താർ കിറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, ഞങ്ങൾ ഫ്രണ്ട്സും എല്ലാവരും, മൂത്തുമ്മയും എല്ലാവരും, കുറച്ച് കൂടുതൽ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും സെയിം സ്ഥലമൊന്നും കിട്ടത്തില്ല. അപ്പോൾ സ്ഥലം കിട്ടിയതനുസരിച്ച് പലരും പല സ്ഥലത്താണ് ഇരുന്നത്. അപ്പോൾ നമുക്കൊരു ഓറഞ്ച് ഉണ്ടായിരുന്നു നോമ്പ് മുറിക്കാനായിട്ട്. പിന്നെ ലെബൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേർഡ് ഓറിയൻറ്റഡ് ഒരു ഡ്രിങ്ക് ഉണ്ട്. പിന്നെ ഡേറ്റ്സ്, പിന്നെ വാട്ടർ. അപ്പം നമ്മൾ നോമ്പ് മുറിക്കുന്നത് ഡേറ്റ്സും വെള്ളവും വെച്ചിട്ടാണല്ലോ. പിന്നെ ഒരു ഫ്രൂട്ടും അതുപോലെ തന്നെ ഒരു ഡ്രിങ്കും ആയിരുന്നു നമുക്ക് നോമ്പ് മുറിക്കാനായിട്ടുള്ള ബോക്സിലുണ്ടായിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് മട്ടൻ അലീസയാണ്. അപ്പോൾ ഇതും നമുക്ക് കഴിക്കാനായിട്ട് കിറ്റിലുണ്ടായിരുന്നതാണ്. പിന്നെ മെയിൻ കോഴ്സായിട്ട് നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ഇതെന്ന് പറയുന്നത് ചിക്കൻ മന്തിയായിരുന്നു. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ അടിപൊളി, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ മന്തിയായിരുന്നു നമുക്ക് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ മട്ടൻ അലീസ എന്ന് പറയുന്നത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മക്കൾ ഞാൻ ആ ബോക്സ് തുറന്നു കൊടുത്തപ്പോഴത്തേനും അവർ രണ്ടുപേരും അത് ആസ്വദിച്ച് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റ്സും അതുപോലെ തന്നെ വെള്ളവും മട്ടൻ അലീസായും നമ്മുടെ ചിക്കൻ മന്തിയും എല്ലാം കഴിച്ചു. അത്യാവശ്യം വയറ് നിറയാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ
ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ റൈസ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കുറച്ച് സ്പൈസി മന്തി ആണെങ്കിൽ പോലും കുറച്ച് സ്പൈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ലെമൺ ഉണ്ടല്ലോ, ലെമൺ ഡ്രിങ്ക് വേണ്ടവർക്ക് ആ റൈസിൽ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വളരെ ടേസ്റ്റാണ്, നമ്മുടെ ഫ്ലേവർ കുറച്ചും കൂടെ കൂട്ടും. അപ്പോൾ ഫുഡ് ഒരുപാട് ബോക്സ് വാങ്ങിച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബോക്സിലെ ഫുഡ് തന്നെയാണ് മക്കൾക്ക് 2 പേർക്കും ഷെയർ ചെയ്തത്. ഞങ്ങൾ 3 പേരും ഒരു ബോക്സിൽ ഒരു ഇഫ്താർ കിറ്റ് വാങ്ങിച്ച് ഞങ്ങൾ 3 പേര് കഴിക്കുകയായിരുന്നു. കാരണം മക്കൾ അധികം കഴിക്കത്തില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആ ചിക്കൻ മന്തി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഞാനും സൈറായും കൂടി കഴിച്ചു. അങ്ങനെ അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രയറും കാര്യങ്ങളുമൊക്കെ മോസ്കിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നേരം എല്ലാവരുമായിട്ട് മോസ്കിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് വളരെ അടിപൊളിയായിട്ടുള്ള വളരെ സൂപ്പറായിട്ടുള്ള ഒരു സുഹൂർ പ്ലാനും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് നോമ്പ് തുറന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ ചായയൊന്നും കുടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈറ്റായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ആദമിൻ്റെ ചായക്കട എന്ന് പറയുന്ന അവിടെ കയറിയിട്ടുണ്ട്. അവിടെ കയറി ഇവിടുത്തെ ചായ നല്ല അടിപൊളിയാണെന്ന് കേട്ടതുകൊണ്ട് അവിടുത്തെ ചായയും നമ്മളെന്തോ ചെറിയ കൂട്ടം സ്നാക്സൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം കുറച്ച് കൂടുതൽ നേരം നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഹൂർ കിട്ടുന്ന സ്പോട്ടെന്ന് പറയുന്നത് കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ കിസൈസിലുള്ള കാലിക്കറ്റ് സ്റ്റോറീസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന് ചായയും കുടിച്ചതിന് ശേഷം നമ്മൾ കസിൻ്റെ വീട്ടിൽ നമ്മൾ ലേഡീസിനെ എല്ലാവരെയും കൊണ്ടാക്കി. അപ്പം നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ അവിടെ നടത്തി. കുറച്ച് കൂടുതൽ നേരം നമ്മളെല്ലാവരും അവിടെ കൂടിയിരുന്നു. ആണുങ്ങളെല്ലാവരും മോസ്കിൽ പോയിട്ട് തറാവീഹ് നിസ്കാരവും അതുപോലെ തന്നെ ഇശാ നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് നമ്മളെ കൂട്ടാൻ വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് രാത്രി സുഹൂർ കഴിക്കാൻ പോയി. ഏകദേശം ഒരു 1 മണിയോട് കൂടിയിട്ട്, അവിടെ 12 മണിക്കാണ് സുഹൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്ക് നമ്മൾ പോയപ്പോഴത്തേനും ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യമൊക്കെ ഡൗട്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കുറച്ച് കൂടുതൽ നേരം വെയിറ്റൊക്കെ ചെയ്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. ദുബായിലുള്ള ഒരു മസ്റ്റ് ട്രൈ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറിഞ്ഞ ഒരു സുഹൂറാണ് കാലിക്കറ്റ് സ്റ്റോറീസിലെ ഈ ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സുഹൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് അവിയലുണ്ട്, അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തിയുണ്ട്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി, പിന്നെ മാമ്പഴ പുളിശ്ശേരി, അച്ചാറ്, ഇഞ്ചിക്കറി, പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചത് പ്രോൺസ് തവ ഫ്രൈയും അതുപോലെ തന്നെ മത്തി തവ ഫ്രൈയുമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ പേരുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ടേബിളിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് സുഹൂർ കഴിച്ചു. അപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഈ സ്പോട്ടിൽ തന്നെ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലത്തെ വീക്കെൻഡ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഫ്രൈഡേ സ്പെഷ്യൽ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഫ്താർ മാത്രമല്ല, നമ്മുടെ ഇഫ്താറിന് ശേഷം നമ്മൾ ഒരു ടീയും സ്നാക്കും കഴിക്കാൻ പോയതും, അതുപോലെ തന്നെ നമ്മുടെ സുഹൂർ ഒരു രക്ഷയില്ലായിരുന്നു. പള്ളിയിലെ ഇഫ്താർ എന്ന് പറയുന്നതും വളരെ അടിപൊളിയായിട്ടുള്ള ഫുഡും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഇവിടെ ഈ സുഹൂർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൂർ കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.